വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രാക്ലേശത്തിന് പരിഹാരം കണ്ടെത്താൻ കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ മാസ്റ്റർ പ്ലാൻ. നിലവിൽ നേരിടുന്ന കടുത്ത യാത്രാക്ലേശങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. വടക്കൻ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ദീർഘകാലത്തെ റെയിൽവേ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി അടിയന്തര ഇടപെടലുമായി കാസർഗോഡ് ജില്ലാ ഭരണകൂടം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്ത് അയച്ചു. കണ്ണൂർ, മംഗലാപുരം സെൻട്രൽ, മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ടേക്ക് നീട്ടണമെന്നും നിർത്തലാക്കിയ പാസഞ്ചർ സർവീസുകൾ പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കളക്ടർ റെയിൽവേക്ക് കത്തയച്ചത്. പാലക്കാട് DRM മധുകർ റാവത്തർക്ക് അയച്ച ഔദ്യോഗിക കത്തിലാണ് ജില്ല നിലവിൽ നേരിടുന്ന കടുത്ത യാത്രാക്ലേശങ്ങളെക്കുറിച്ച് കളക്ടർ വിശദമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന നിരവധി ട്രെയിനുകൾ കണ്ണൂരിൽ സർവീസ് അവസാനിപ്പിക്കുന്നതോടൊപ്പം വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നുള്ള സർവീസുകൾ മംഗലാപുരത്തുമാണ് സർവീസ് അവസാനിപ്പിക്കുന്നത്. കാസർകോട്ടേക്ക് വരേണ്ട പ്രവാസികൾ, വിദ്യാർത്ഥികൾ, രോഗികൾ, തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാന ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകളില്ലാത്തതും നേരത്തെ ഉണ്ടായിരുന്ന ചില പാസഞ്ചർ സർവീസുകൾ നിർത്തലാക്കിയതും ജനങ്ങളുടെ ദൈനംദിന യാത്രകളെയും പ്രാദേശിക വികസനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ യാത്ര അവസാനിപ്പിക്കുന്ന 9ഓളം വണ്ടികൾ, നമുക്കറിയാം കണ്ണൂർ കേരളത്തിന്റെ അതിർത്തിയല്ല, കണ്ണൂർ പാലക്കാട് ഡിവിഷൻ അതിർത്തിയല്ല, കണ്ണൂർ ദക്ഷിണ റെയിൽവേയുടെ അതിർത്തിയല്ല. എന്നിട്ടും കണ്ണൂരിൽ നിന്ന് മാത്രം 9 വണ്ടികൾ യാത്ര അവസാനിക്കും. കോഴിക്കോട് നിന്ന് വൈകുന്നേരം 6:10 ശേഷം കാസർഗോഡ് ഭാഗത്തേക്ക് ഒരു വണ്ടിയും ഇല്ലാതെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. ഈ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് തന്നെയാണ് ഷൊർണൂരിൽ നിന്നും ഒരു പാസഞ്ചർ പുതിയതായി കണ്ണൂർ വരെ ഓടിക്കാനുള്ള തീരുമാനം റെയിൽവേ എടുക്കുന്നത്. പക്ഷെ അത് കാസർഗോഡ് വരെ നീട്ടാൻ മുറവിളി കൂട്ടുന്നതിനിടയിലാണ് റെയിൽവേ ആരും ആവശ്യപ്പെടാതെ ഷൊർണൂരിൽ നിന്ന് പാലക്കാടേക്ക് വണ്ടി നീട്ടി. വടക്കോട്ടേക്ക് നീട്ടാൻ ആവശ്യപ്പെടുമ്പോൾ മാത്രം റെയിൽവേക്ക് അത് സാധിക്കുകയും പല മുടന്ത ന്യായങ്ങൾ പറയുകയും, നേരെ മറിച്ച് തെക്കോട്ടേക്കുള്ള വണ്ടികൾ എത്ര വണ്ടികളും വേണമെങ്കിൽ നീട്ടാനുള്ള ഒരു സ്ഥിതിയാണ് നാം കണ്ടുവരുന്നത്. ഇപ്പോൾ തന്നെ വൈകുന്നേരം നമുക്കറിയാം ഒരു ദിവസം 9 വണ്ടികളാണ് കണ്ണൂർ യാത്ര അവസാനിപ്പിക്കുന്നത്. രാവിലെ 11:30 എത്തുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ്, എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് പിറ്റേന്ന് 5 മണിക്ക്, അതായത് 10-20 മണിക്കൂർ കണ്ണൂരിൽ വെറുതെ വെയിൽ കൊണ്ട് കിടന്ന് പിറ്റേന്ന് 5 മണിക്ക് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആയി പോവുകയാണ്. അതുപോലെ തന്നെ വൈകിട്ട് 11:30 കണ്ണൂർ എത്തുന്ന ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കണ്ണൂരിൽ 20 മണിക്കൂർ കിടന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:30 കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി ആയി പോവുകയാണ്. ഈ 20 മണിക്കൂർ അവിടെ വെറുതെ കിടക്കുന്ന വണ്ടി വളരെ എളുപ്പത്തിൽ ഇവിടെ നീട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്കറിയാം കാസർഗോഡ് എന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, പിന്നെ പല രീതിയിലുള്ള ബെല്ല്, അങ്ങനെ വലിയ സാംസ്കാരിക ഒരു പൈതൃകമുള്ള ഒരു നാടായി കാസർഗോഡ് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാസർഗോഡുള്ള ഒരു അവഗണന മാത്രമല്ല ഇത്. കാസർഗോഡിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലെ ജനങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ വിഭാഗം ജനങ്ങളെല്ലാം കഷ്ടപ്പെടുകയാണ്. എറണാകുളത്ത് വരുന്ന ആൾക്ക് കണ്ണൂർ വരെ മാത്രമേ വണ്ടിയുള്ളൂ. കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സിനോ അല്ലെങ്കിൽ വേറെ എന്തോ ആശ്രയിച്ച് ഇവിടെ വരേണ്ട ഒരു സാഹചര്യമാണ്. നമുക്കറിയാം എത്രയോ വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു പരശുറാം എക്സ്പ്രസ്, മഞ്ചേശ്വരത്തും കുമ്പളനും സ്റ്റോപ്പ്. പക്ഷെ എങ്ങനെയോ എത്രയോ കാലത്തെ ആവശ്യപ്രകാരം അത് നമുക്ക് മഞ്ചേശ്വരത്ത് നിർത്തി സ്റ്റോപ്പ് അനുവദിച്ചു. അതിന് വലിയ നല്ലൊരു കാര്യം. അതുപോലെ തന്നെ മാവേലി എക്സ്പ്രസിന് മഞ്ചേശ്വരത്തും കുമ്പളനും സ്റ്റോപ്പ് അനുവദിക്കണം. ഈ ഒരു വണ്ടികൾ സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് പുറമെ തന്നെ ഈ 9 വണ്ടികൾ അവിടെ യാത്ര അവസാനിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം രാത്രിയൊക്കെ എറണാകുളത്ത് നിന്നും അല്ല കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്കാർ 11:30 മണിക്ക് കണ്ണൂരിൽ ഇറങ്ങി ബസ് പിടിക്കാൻ ഓടുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം രാത്രി ആ ഉറക്കം ഉള്ള ഒരു സമയത്ത് ഒരു ദുരിതയാത്രയാണ് മിക്കവാറും യാത്രക്കാർക്ക്, ട്രെയിൻ യാത്രക്കാർക്ക് റെയിൽവേ സമ്മാനിക്കുന്ന ഒരു ദുരിതയാത്രയാണ്. ഇത് മാറണമെങ്കിൽ ഈ 2 വണ്ടികൾ, ഒരു 3-4 വണ്ടികളെങ്കിലും നമ്മൾ കാസർഗോഡ് മഞ്ചേശ്വരം നീട്ടണം. നമുക്കറിയാം വന്ദേ ഭാരത് എക്സ്പ്രസ് തുടങ്ങുമ്പോൾ കാസർഗോഡ് ഭൂപടത്തിലേ ഉണ്ടായില്ല. പക്ഷെ അതിന്റെ ഒരു സെമിനാർ നടക്കുമ്പോൾ കണ്ണൂർ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് അവർകൾ അത് കോഴിക്കോട് നിന്ന് ആരംഭിക്കുകയാണ്. അദ്ദേഹം കണ്ണൂർ വരെ നീട്ടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആ വേദിയിൽ വെച്ച് തന്നെ ഞാനടക്കമുള്ള പ്രതിനിധികൾ ശക്തി എതിർക്കുകയും അത് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് തുടങ്ങുന്നത് ശരിയല്ല, ഒരിക്കലും നീതിയല്ല, അത് മംഗലാപുരമോ കാസർഗോഡ് തുടങ്ങണം എന്ന് പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമുക്ക് അനുവദിച്ച ഇന്ത്യയിലെ പ്രീമിയം വണ്ടിയാണ് വന്ദേ ഭാരത്.
ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഒക്യുപ്പൻസി റേറ്റ് ഉള്ള ഏറ്റവും വരുമാനമുള്ള വണ്ടി കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത്. അപ്പൊ അത് കാണിക്കുന്നത് വെച്ചാൽ കാസർഗോഡേക്ക് ഡിമാൻഡ് ഉണ്ട്. പക്ഷെ കൃത്യമായ സമയത്ത് ഓട്ടിക്കണം. അസമയത്ത് ഓട്ടിച്ചുകൊണ്ടാണ് നമുക്ക് ബൈന്ദൂർ എക്സ്പ്രസ് നമുക്ക് നഷ്ടപ്പെട്ടത്. ബൈന്ദൂർ പാസഞ്ചർ നഷ്ടപ്പെട്ട കാരണം അസമയത്ത് ഓടിച്ചുകൊണ്ടാണ്. അത് അന്ന് നമ്മൾ പറഞ്ഞത് രാവിലെ 9 മണിക്ക് കാസർഗോഡ് വഴി ഗുരുവായൂർ പോവുകയും അതുപോലെ തിരിച്ച് ഗുരുവായൂരിന്ന് വേറെ വണ്ടി തിരിച്ചതേപോലെ രാവിലെ പുറപ്പെട്ട് രാത്രി ബൈന്ദൂർ എത്തുന്ന രീതിയിലെ 2 വണ്ടികളാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പ്രധാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രി സദാനന്ദ ഗൗഡ അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിൽ വന്നവരും കാസർഗോഡ് പാസഞ്ചർ അസോസിയേഷനും ഇവിടുത്തെ പ്രമുഖരും പോയി നിവേദനം കൊടുത്ത അടിസ്ഥാനം അദ്ദേഹത്തിന് ആദ്യത്തെ നിവേദനമായിരുന്നു ബൈന്ദൂർ പാസഞ്ചർ. റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ഡിവിഷണൽ മാനേജർക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് അനുകൂലമായ നിലപാട് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.